ഹായ് ഗൈസ്, അപ്പോൾ എൻ്റെ തനുക്കുട്ടിയുടെ ബർത്ത്ഡേയുടെ വീഡിയോ ആണ് കേട്ടോ ഇത് തനുക്കുട്ടിയുടെ ബർത്ത്ഡേയുടെ തലേ ദിവസമാണ്. അപ്പം നമ്മൾ സ്റ്റേജൊക്കെ ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തനുക്കുട്ടൻ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. തനുക്കുട്ടി ഇതൊക്കെ നോക്കിയിട്ട് അതുവഴിയൊക്കെ ഓടിക്കളിച്ചിട്ടൊക്കെ നടക്കുകയാണ്. അപ്പോൾ തനുക്കുട്ടിക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. അപ്പം തലേ ദിവസം രാത്രി എൻ്റെ അനിയത്തിയും അനിയനും കൂടെ തനുക്കുട്ടിക്ക് ഫോട്ടോ എടുക്കാനൊക്കെ വന്നു കേട്ടോ. ഗൈസ്, ഇപ്പോൾ അവൾ പറയണത് അവളെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞിട്ടാണ് അവൾ കൈ കൊട്ടി നിൽക്കുന്നത്. എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കുകയാണ് അവളെ ബർത്ത്ഡേ ആണ് എന്നൊക്കെ അവൾ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ പോയി തനുക്കുട്ടിയുടെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ തനുക്കുട്ടിക്ക് ഇങ്ങനെ ഫ്രോക്കൊക്കെ ഇട്ട് നിൽക്കുന്നത് വലിയ ഇഷ്ടമില്ല കേട്ടോ. പിന്നെ അവളെ എങ്ങനെയൊക്കെയോ നിർത്തി ഫോട്ടോയൊക്കെ എടുത്തു നമ്മൾ കുറച്ച്. ഗൈസ്, അങ്ങനെ പിന്നെയും നമ്മൾ താഴെ പോയി കേട്ടോ. അവിടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നമ്മൾ താഴെ പോയി. തനുക്കുട്ടന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. തനുക്കുട്ടൻ്റെ കുറച്ച് ദിവസം കൊണ്ടേ അവളുടെ അടുത്ത് നമ്മൾ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അവൾ ബർത്ത്ഡേയുടെ പാട്ടൊക്കെ പാടി അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ പറയും ബർത്ത്ഡേ ആണ് വരണം, അങ്ങനെ അവൾ പറയും കേട്ടോ. അമ്മയുടെ അടുത്തൊക്കെ പോയി അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അവൾക്ക് അവൾ ബർത്ത്ഡേ ആണെന്നറിയാം. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ നമ്മൾ അകത്ത് വെച്ചാണ് കേട്ടോ ഫുഡൊക്കെ കൊടുക്കണത്. അപ്പം ടേബിളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളവിടെ നിന്ന് തിരിച്ച് വീണ്ടും നമ്മൾ മുകളിലോട്ട് വന്നു കേട്ടോ. തനുക്കുട്ടന് മുകളിൽ വരെ ഇഷ്ടമില്ല, അവൾക്ക് താഴെ തന്നെ നിൽക്കാനാണ് ഇഷ്ടം. തനുക്കുട്ടിയുടെ ബർത്ത്ഡേയുടെ ഫംഗ്ഷൻ പിറ്റേ ദിവസം വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഫംഗ്ഷൻ. അപ്പം തലേ ദിവസം എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. തനുക്കുട്ടൻ കുറച്ച് നേരത്തെ തന്നെ എണീറ്റു. അപ്പോഴവൾ രാവിലെ ഞാൻ തുണി നനയ്ക്കാൻ പോയപ്പോൾ അമ്മ എനിക്ക് കോഴിയെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവൾക്ക് അവിടെ നിർത്തി കോഴിയെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അവൾക്ക് കോഴിയെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അപ്പുറത്തെ എൻ്റെ അമ്മയുടെ വീടല്ലേ, അപ്പോൾ അമ്മ ഇടയ്ക്കൊക്കെ അവിടെ കോഴിയൊക്കെ തുറന്ന് വിട്ടിരിക്കുക. അപ്പോൾ അവൾക്ക് അതറിയാം ഗൈസ്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ മഴയൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ തനുക്കുട്ടിയുടെ അടുത്ത് പറഞ്ഞ് തനുക്കുട്ട താഴെ പോവാം, നമുക്ക് മുറ്റം എല്ലാം തൂത്തിടാമെന്ന്. മുറ്റം തൂക്കാൻ പോയത് മഴയായിരുന്നു ഗൈസ്. പിന്നെ മുറ്റം എല്ലാം കഴുകിയിട്ടു. പിന്നെ നമ്മളിപ്പോൾ ഇത് പോണത് തനുക്കുട്ടിക്ക് കേക്ക് വാങ്ങിക്കാനാണ് കേട്ടോ. ഗൈസ്, ഞാൻ തനുക്കുട്ടിയുടെ അടുത്ത് പറയാണ്, തനുക്കുട്ടി നമുക്ക് കേക്ക് വാങ്ങാൻ പോകാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ തനുക്കുട്ടി കൈ അടിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. തനുക്കുട്ടിയുടെ കേക്ക് ഞാൻ മോഡലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വന്നിട്ടുണ്ടോയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നോക്കിയാണ് കേട്ടോ തനുക്കുട്ടിയുടെ കേക്ക് അവിടെ ഉണ്ടോ എന്ന് നോക്കിയാണ്. തനുക്കുട്ടിയുടെ കഴിഞ്ഞ വർഷത്തെ കേക്ക് എൻ്റെ അമ്മയാണ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ തനുക്കുട്ടിയുടെ കേക്ക് നമുക്ക് കാണാം കേട്ടോ. ഗൈസ്, പിന്നെ തനുക്കുട്ടി അവിടെ വരുന്ന ഒരു ഐസ്ക്രീം കണ്ടുപിടിച്ച് കേട്ടോ. അപ്പം അത് വാങ്ങിക്കൊടുക്കാനാണ് തനുക്കുട്ടി പറയണത്. ഗൈസ്, പിന്നെ നമ്മൾ കേക്കൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിൽ പോവുകയാണ് കേട്ടോ. കേക്ക് മാത്രമല്ല, നമ്മൾ ഡോണറ്റും കൂടെ വാങ്ങി. അവളുടെ ഡ്രസ്സിന് മാച്ചാവണ കളറിലാണ് കേട്ടോ നമ്മൾ കേക്കും ഡോണറ്റും ഒക്കെ സെറ്റ് ചെയ്തത്. ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഡെക്കറേഷൻ വർക്കൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയറൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്.